നീ തന്നെ എവിടെ കൊണ്ടുപോവാടാ മെനകെട്ടവനെ? എന്റെ അര ദിവസത്തെ കൂലി നീ കളയുമല്ലോ. അമ്മച്ചി എന്നാ വർത്തമാനായി പറയുന്നേ? ഞാൻ പറഞ്ഞില്ലേ, നമ്മുടെ നൈൽ ആശുപത്രിയില് ഇന്ന് വീട്ടമ്മമാര് ചെന്ന 10 കിലോ അരിയും കൂടെ പയറോ പരിപ്പോ എന്തൊക്കെയോ കൊടുക്കുന്നുണ്ട്. ആ ഗിരീഷേ എന്നോട് അമ്മച്ചിയെ കൂടെ അങ്ങോട്ട് ചെല്ലാൻ പറഞ്ഞ് ഞാൻ കൊണ്ടുപോവാ. അങ്ങനെയാണെങ്കിൽ കൊള്ളാം. അല്ലാതെ അവനെ ആരെങ്കിലും തല്ലിക്കൊന്ന് ആശുപത്രിയിൽ ഇട്ടേക്കുന്നെന്ന് പറഞ്ഞാലൊന്നും ആ വഴിക്ക് ഞാൻ വലിയ കൊല്ലാൻ കൊണ്ടുപോകണടാ. അല്ല അമ്മച്ചി, അരി മേടിക്കാൻ സഞ്ചി എടുത്തോന്ന് ചോദിക്കാൻ വേണ്ടി നിർത്തിയതാ. അയ്യോ ഇല്ല. ഓ സാരമില്ല, ഞാൻ വല്ല പഞ്ചസാര ചാക്കോ മറ്റോ സംഘടിപ്പിച്ചോളാം. എന്നാ പോ. പഞ്ചസാര ചാക്ക് ആശുപത്രിയിൽ നിന്ന് കിട്ടുമായിരിക്കും അല്ലേ? പിന്നെ ആശുപത്രിക്കാർക്ക് അതല്ലേ പണി, പഞ്ചസാര കിട്ടാൻ. ഒന്നും ഉണ്ടായില്ല അമ്മച്ചി. ഗിരീഷ്, ഗിരീഷ്, how are you feeling now? എങ്ങോട്ടാ കൊണ്ടുപോണത്? ഗിരീഷേ, ഇതാണാടാ നിന്റെ അരിക്കച്ചവടം? നിനക്ക് ഞാൻ വച്ചിട്ടുണ്ട്. എടാ ഗിരീഷ, നീ എന്തിനാടാ ഇവിടെ വന്ന് കിടക്കുന്നത്? ഗിരീഷിന്റെ അമ്മ. അങ്ങനെ പേടിക്കാനൊന്നുമില്ല, എന്തോ അടിപിടി കേസാന്ന് തോന്നുന്നു. ചേച്ചി വരുന്നതിന് മുമ്പ് ബോധം തെളിഞ്ഞ്. ആൻ, ഇതുവരെ ഞാൻ നിന്നോടൊന്നും ചോദിച്ചില്ല. ബട്ട് ഐ വോണ്ട് ടു നോ നൗ. ഇതാരാ? ഇയാൾ കടിയിട്ടുമ്പോ നിനക്ക് എന്തായിരുന്നു അവിടെ കാര്യം? Come on, tell me. ഇതെന്റെ വാടക കൊണ്ടയാ. എന്റെ പൊന്നു ഡോക്ടറെ, വന്നവൻ ചെറിയ പിള്ളേരെ വരെ പറ്റിക്കാൻ തുടങ്ങി. ഇതിനെ വല്ല മയക്കുമരുന്നും കുത്തിവെച്ച് കാലാകാലത്തേക്കൊന്ന് മയക്കി കിടത്താൻ പറ്റുമോ? ഇവരെ കൊണ്ട് ഞാൻ തോറ്റ്. സാരമില്ല ചേച്ചി, വീട്ടിലേക്ക് ചെല്ല്. അവിടെ ചെന്നിട്ടാവും ബാക്കി. നിന്റെ കളി വന്ന് ഇച്ചിരി കൂടുന്നുണ്ട്. പറ്റില്ല, നീ ധൈര്യം ഇങ്ങോട്ട് ഇറങ്ങി വാടി. ഗിരീഷേട്ടൻ വലിയ കുണ്ടേന്ന് ആരാടാ നിന്നോട് പറഞ്ഞേ? ഗിരീഷേട്ടൻ തന്നെ പറഞ്ഞേ. ആളിനോട് പറഞ്ഞ മുഴുവൻ നുണയായിരുന്നുറാ. ആള് കുണ്ടിയൊന്നല്ല, ഓട്ടോ ഓടിക്കലായിരുന്നു പണി. ഇപ്പൊ അത് നിർത്തി. ഫുൾ ടൈം ആംബ്രസേട്ടനൊപ്പം വെറുതെ അടക്ക. സത്യം. ഇനി എന്ത് ചെയ്യാനാ? മൊബൈലിൽ പോയത് പോട്ടെ, പപ്പനെ സോപ്പിടാം. പക്ഷെ അമ്മന്ന് തന്നെ കൊല്ലും. എന്റെ വീട്ടിലെങ്ങാനും പറഞ്ഞാ തീർന്ന്. നിക്കണ നിപ്പ് കണ്ടില്ലേ ചട്ടമ്പി. PT സാർ നിന്റെ ചാട്ടം ഫൗളാണെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഫൗളായിരിക്കും. അതങ്ങ് കേട്ടാ പോരെ. അവള് വലിയ അഞ്ജു ബോബി ജോർജ് വന്നിരിക്കുന്നു. ഇനി ഇപ്പൊ അതല്ലെങ്കിൽ തന്നെ PT സാറിന് അടിക്കാൻ വേണ്ടി വാടകൊണ്ട് ഏർപ്പാടാക്കുക. നീ ഇതൊക്കെ എവിടെന്നാ പഠിച്ചേ? മമ്മിയും ചേച്ചിയും പറഞ്ഞത് കേട്ടു. നീ ഒറ്റൊരുത്തനാ ഇതിനൊക്കെ വളം വെച്ച് കൊടുക്കുന്നേ. ഇനി ഇതുപോലെ എന്തെങ്കിലും സംഭവിച്ചാ നിന്നെ തിരിച്ച് ബംഗാളിലേക്ക് പറഞ്ഞയക്കും. ഇത്രയും വർഷം ഇവിടെ നിന്നിട്ട് കേറി പൊടിയാത്ത്. അവളുടെ ഒരു ഓട്ടവും ചാട്ടവും. വല്ല ഡാൻസിനോ പാട്ടിനോ ഒക്കെ പോയി കൂടിയാ മതി ഇനി അങ്ങോട്ട്. Don't worry. Dr. Roy, call from India. It's a case of shell burns. Hello? We should give Anne more love, care, everything. 10 വയസ്സുള്ള കുട്ടി സ്വന്തം ടീച്ചറെ അടിക്കാൻ വാടക കൊണ്ട് ഏർപ്പാടാക്കി. 15 വയസ്സാകുമ്പോൾ അവൾ എന്തൊക്കെയാ ചെയ്യുന്ന ആർക്കറിയാം? Whatever. I'll never force you to come back. ഞാൻ എന്റെ മോളുടെ കാര്യം ഒറ്റയ്ക്ക് തന്നെ നോക്കിക്കോളാം. I'm consulting a lawyer. Anne. ആ കൊടുക്കാം. ദാ നിന്റെ പപ്പയോട് നീ തന്നെ പറഞ്ഞോ നിന്റെ ഗുണ്ടാ കഥയൊക്കെ. മോളെന്തിനാ വാടക കൊണ്ടേ വിളിച്ചത്? സാറ് ഫോളോ വിളിച്ചെങ്കിൽ പപ്പയോട് പറഞ്ഞാ പോരായിരുന്നോ? അതിന് പപ്പ 2 ദിവസം കഴിഞ്ഞ് വിളിക്കാന്ന് പറഞ്ഞിട്ട് പിന്നെ എന്നെ വിളിച്ചില്ലല്ലോ. മോളെ അത്
എടാ നിന്നോടാ ചോദിച്ചത്. ഓരോന്ന് ചോദിക്കുമ്പോ മുഖമേർപ്പിച്ച് നിന്നാ മതിയല്ലോ. ഇതും കൂടി നിന്റെ ഡാഡി അറിഞ്ഞാ നിന്നെ ഫ്ലാറ്റിൽ നിന്ന് പുറത്തേക്ക് ഇറക്കില്ല. മോനെ, മോനല്ലേ മൂത്തത്. അവൾ എന്തെങ്കിലും മണ്ടത്തരം പറഞ്ഞ ഉടനെ അത് കേട്ട് തുള്ളാൻ ഇറങ്ങാന്നൊക്കെ പറഞ്ഞ സോറി. എനിക്ക് ശരിക്കും ദേഷ്യം വന്നു. അത്രയും ദേഷ്യപ്പെടണ്ടായിരുന്നു. മൂക്ക് വലിയ വിഷമായിട്ടുണ്ടാവും. പോട്ടെ, പിള്ളേരല്ലേ. എന്നാലും വാടക കൊണ്ടേ വിളിച്ചത് ഞാൻ പറഞ്ഞത് കേട്ടിട്ടാണെന്ന് പറഞ്ഞപ്പോ കുട്ടികൾ ഇക്കാലത്ത് കാര്യങ്ങൾ എങ്ങനെയാ എടുക്കുന്നെന്ന് ആർക്കറിയാം. നീ റോയെ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി തിരിച്ചു വരാൻ പറയേ. അവൾക്ക് അവളുടെ പപ്പയെ മിസ് ചെയ്യുന്നുണ്ടായിരിക്കാം. ചിലപ്പോ പപ്പ പണ്ട് ചെയ്തിട്ടുണ്ടായിരുന്നു എന്ന് പറയുന്ന ലോങ് ജമ്പിനോടുള്ള ഈ ഒബ്സഷൻ, മേ ബി പപ്പ ഇംപ്രസ് ചെയ്യാനുള്ള ശ്രമം. എനിക്കറിയില്ല ഷാനി, ബട്ട് ഷീ റിയലി ലൈക്സ് ദി സ്പോർട്ട്. ഇനി ആ PT ടീച്ചർ ഇവളാണ് ആളെ തല്ലാൻ വിട്ടതെന്നൊക്കെ അറിഞ്ഞാ എനിക്കറിയില്ല എന്തൊക്കെയാ ഉണ്ടാവാൻ പോകുന്നതെന്ന്. ആ സ്കൂളിലൊന്ന് പോയി അന്വേഷിക്കാന്ന് വെച്ചാൽ അതിനും പറ്റാത്ത അവസ്ഥയാ. സാരമില്ല ട്രീസ. ആ ഫോൺ അന്ന് കിട്ടിയപ്പോ തന്നെ ഞാൻ എടുത്ത് വെക്കണമെന്ന് വിചാരിച്ചതാ. റോയ്ക്കാണെങ്കിൽ മോക്ക് എന്ത് വാങ്ങിക്കൊടുക്കണം വാങ്ങിക്കൊടുക്കണ്ടെന്നൊന്നും അറിയില്ല. എനിക്ക് നിന്റെ റോയുടെയും കാര്യം ആലോചിച്ചിട്ടാണ്. എൻ്റെ റോയുടെയും കാര്യം ആലോചിച്ചിട്ട് എനിക്ക് വലിയ ടെൻഷനൊന്നുമില്ല. ബിക്കോസ് ഐ ഹാവ് ടേക്കൺ ദ ഡിസിഷൻ. ഇനി 2-3 ഒപ്പ്, കുറച്ച് ആളുകളോട് സമാധാനം പറയണം, അത്രയൊക്കെ ഉള്ളൂ. ഒരു വീട് പട്ടിണിക്കാക്കിയപ്പോ നിനക്ക് സമാധാനമായില്ലേ? അവളുടെ ഒരു കൊട്ടേഷൻ. ലതേ മോളുടെ ടിഫിൻ ബോക്സ് കൊടുത്തോ? ആ ചേച്ചി. മമ്മി ആ വന്നോ ചട്ടമ്പി? മമ്മി എനിക്കൊരു 2000 റുപ്പീസ് വേണം. 2000ഓ? എന്തിന്? ഞാൻ ഇന്നലെ പറയാൻ മറന്നതാ. സ്കൂളിൽ ആർട്സ് വരുവാ. ഞാൻ ഗ്രൂപ്പ് സോങ്ങിന് ഗ്രൂപ്പ് ഡാൻസിന് കൂടാൻ പോവാ. അപ്പൊ ടീച്ചർക്ക് ഫീസ് കൊടുക്കണം. ഡാൻസോ? നീ സ്പോർട്സിന്റെ ആളല്ലേ? മമ്മിയല്ലേ പറഞ്ഞത് ചാട്ടം ഓട്ടം ഒക്കെ നിർത്തി വല്ല പാട്ടിനോ ഡാൻസിനോ പോയാ മതിന്ന്. മമ്മ 2000. ഓ, മോള് പോയി നന്നായിട്ട് ഡാൻസ് ഒക്കെ കളിക്കേ. നീയാണ് അയാളെ തല്ലാൻ ആളെ ഏർപ്പാടാക്കിയെന്ന് ആൾക്കറിയൂ? ഞാനോ? ഞാനല്ല, നമ്മൾ. പണിപ്പാളിയാ. എന്താടാ ഗിരീഷേ, ഇന്ന് തല്ലുകൂടാനൊന്നും പോന്നില്ലേ? ഓ, ഇന്നലത്തെ എൻ്റെ വേദന ഒന്ന് മാറട്ടെ. നല്ല വേദനയുണ്ടോ? ഓ എന്ത്, നിങ്ങളെ സാറിനെ അടിച്ച് പൊടിയാക്കിയാനെ. പിന്നെ അടിക്കാൻ കഴിയുമ്പോ ഇപ്പൊ എന്റെ കോളേജിലെ സാറിന് ഓർമ്മ വന്നു. അതാ. ഏത് കോളേജിലേടാ? ഓ, പണ്ട് നിനക്ക് കരപ്പം വന്നപ്പോ കിടന്ന മെഡിക്കൽ കോളേജിലാണാ? ആണോ? ഒന്ന് പോടാ. ഇത് ഗിരീഷേട്ടൻ വെച്ചോ. 4000 റുപ്പീസ് ഉണ്ട്. ഇനി കുറച്ച് ദിവസം ജോലിക്കൊന്നും പോവാൻ പറ്റില്ലല്ലോ. ഓ, എടാ ഉളുപ്പില്ലാത്തവനെ, കൊച്ചിന്റെ കാശ് തിരിച്ചു കൊടുക്കടാ. എടാ തിരിച്ചു കൊടുക്കാൻ. കുഴപ്പമില്ല ആന്റി, മമ്മി പറഞ്ഞിട്ട് വന്നതാ. മമ്മി. എന്നാ ഞങ്ങള് പോട്ടെ. ഓ, ബൈ, സീ യു. പെടുക്കാനിരിക്കുമ്പോ ഇതാരാ? ഇവനോ? എന്താടാ? എടാ ആംബ്രോസേ, അൻമരിയ വന്ന് പിന്നെ കുറെ കാശ് തന്നടാ. ആണോ? പുതിയ കൊട്ടേഷൻ ആണോടാ? നീ കാശ് വാങ്ങിച്ചോ? എടാ ഇത് അതൊന്നും അല്ലടാ. നീ ആദ്യം ഇങ്ങ് പെട്ടെന്ന് വാ, 2 അടിക്കാം. അതിനായിരുന്നോ? നീ നേരെ ദൈവസഹായം ബാറിലോട്ട് വാ. എടാ ഒരു മിനിറ്റ്, അവിടെ ആ കൊച്ചിന്റെ അമ്മയാന്നാ തോന്നുന്നേ. ഇപ്പൊ വിളിക്കാം. ഗിരീഷ് തിരക്കിലാണോ? അല്ല മാഡം,
ആൻ രാവിലെ തന്നെ എന്നോട് കള്ളത്തരം പറഞ്ഞ് കാശ് മേടിച്ചപ്പോഴേ എനിക്ക് അറിയായിരുന്നു ഗിരീഷിന് തരാനായിരിക്കുന്നു. അവളുടെ ചെറിയ സേവിങ്സ് മൊത്തം അതിലുണ്ട്. അത് സാരില്ല ഗിരീഷ്, അത് വെച്ചോളൂ. മോളുടെ ചില കാര്യങ്ങളിൽ എനിക്ക് വേണ്ട പോലെ ശ്രദ്ധിക്കാൻ കഴിഞ്ഞില്ല. അതുകൊണ്ടാ അവക്കൊരാവശ്യം വന്നപ്പോൾ അറിഞ്ഞോ അറിയാതെ ഗിരീഷിന് വരേണ്ടി വന്നത്. ഗിരീഷിന് ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ഞാൻ കുറച്ച് പൈസ തരട്ടെ? വേണ്ട മേഡം. മോള് വിളിച്ച വാടകയുണ്ടെങ്കിൽ അമ്മ പൈസ തരാന്നൊന്നും വിചാരിക്കണ്ട. എൻ്റെ ശ്രദ്ധക്കുറവ് കാരണം ഗിരീഷിനുണ്ടായ ബുദ്ധിമുട്ട് അതിനുള്ള കോമ്പൻസേഷനായിട്ട് കണ്ടാൽ മതി. കുഴപ്പമില്ല മേഡം. പോട്ടെ എന്നാ. ആ പിന്നെ ഒരു കാര്യം കൂടി, ഗിരീഷിന് മോളെ കാണരുത്. യു മൈറ്റ് ബിക്കം എ ബാഡ് ഇൻഫ്ലുവൻസ് ഓൺ ഹർ. പ്ലീസ്.